ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള പൗരന്മാർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും, ഏതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കാനും ആരാധിക്കാതിരിക്കാനും, നിരീശ്വരവാദിയെ ജീവിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കനിഞ്ഞരളി നൽകുന്നുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ വനിതാ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിന്റെ വിജയശേഷം അന്നത്തെ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട ജെമീമ റോഡ്രിഗസ് താൻ വിശ്വസിക്കുന്ന ദൈവമായ യേശുക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ ഒരു വനിതാ നേതാവ് അതിനെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നിടത്താണ് നമ്മൾ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിലാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചു പോകുന്നത്. മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക എന്നുള്ള കാര്യത്തെ മറന്നുകൊണ്ട് അവനിലേക്ക് അധികാരം അല്ലെങ്കിൽ തന്റെ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് പോകുന്നത് വളരെയധികം അപകടകരമാണ്. ഇതേ ഒരു സാഹചര്യം തന്നെയാണ് ഇക്കൊല്ലത്തെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് നേരെ ഉണ്ടാകുന്നത്. മമ്മൂട്ടിക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം വിദ്വേഷപരമായ കമന്റുകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നു. ഇതൊക്കെ കാണുമ്പോൾ സംശയിച്ചു പോകുന്നത് ഈ രാജ്യം ഇപ്പോഴും ഒരു മതേതര രാജ്യം തന്നെയാണോ എന്നുള്ളതാണ്.